അപ്പോൾ എല്ലാവർക്കും ഇത് മുമ്പറക്ക്. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി പെരുന്നാൾക്ക് ഇപ്പോൾ എന്താ ഒന്നുമില്ല. മുണ്ടെന്താ അറിയാം, വട്ടിമാരിക്ക് നിൽക്കുന്നുണ്ട്. രാത്രി ഇതൊന്നും ഒലിമ്പിയ റെഡിയാവുന്നത്, പക്ഷേ ഇത് രാത്രി 3 മണിക്ക് പോയി എടുത്തിട്ട് പിന്നെ ഒലുമ്പാനുള്ള ഒരു ടൈം കിട്ടിയില്ല. എന്നിട്ട് വട്ടിമാരിക്ക് നിൽക്കുന്നുണ്ട്. മുണ്ട് മടക്കി കുത്താൻ പറ്റണില്ല. മുണ്ട് മടക്കി കുത്താണ്ടൊക്കെ മുണ്ടെടുത്തിട്ട് ഒരു ഇത് കിട്ടില്ല. അപ്പോൾ പാൻറ് ഇടണം ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോഴാണ് ബാങ്ക് കൊടുക്കുക, അല്ല നിസ്കരിക്കാൻ ടൈമായത്. പിന്നെ ഇങ്ങനെ തന്നെ പോകാൻ വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു ബ്ലോഗ് എടുക്കാൻ. അപ്പോൾ അങ്ങനെ ആക്കാൻ വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഉറങ്ങിയില്ല. ഉറങ്ങാത്തൊരു പെരുന്നാളാണിത്. കാരണം എന്താ, 4 മണിക്ക് പുരയിലെത്തി. 4 മണിക്ക് എത്തിയപ്പോൾ അശ്വിനും ഷക്കീബുണ്ട് ഇവിടെ. പിന്നെ ഓല കൂടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് സമയമായി. ഇത് അവിടെ എത്തി. ഇപ്പം ഇങ്ങനെ നടക്കണേ. എന്നാൽ പള്ളിയിൽ പോയിട്ട് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം എത്രയായി? 12:30 കഴിഞ്ഞല്ലേ? 12:50, 1 മണി. ഇന്നത്തെ പെരുന്നാൾ എങ്ങനെയാ വെച്ചാൽ, രാവിലെ ഉറങ്ങിയില്ല. എന്നിട്ട് രാവിലെ പോയി പള്ളിയിൽ പോയി. പള്ളി കഴിഞ്ഞ് വന്ന് ഒരു കണ്ണായി ചിമ്മി വേഗം എണീച്ച് അടുത്ത പള്ളിയിൽ പോയി. വന്ന് കിടന്നുറങ്ങി. 3-4 മണിയായപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോയി. ഫോട്ടോ എടുത്ത് തിരിച്ച് വന്ന് പിന്നെയും കിടന്നുറങ്ങി. പിന്നെ പ്രോപ്പർട്ടി പോയി ഒന്ന് ക്ലീനാക്കി വന്ന് നീക്ക് പാടത്. എന്നിട്ട് വണ്ടി ട്രിപ്പ് നോമ്പ് 20 ട്രിപ്പ് തുടങ്ങിയിങ്ങനെ. ഇപ്പോഴാണ് വണ്ടിക്ക് വന്നിക്കണേ. 12:50 വണ്ടി ഉണ്ട് ഇവിടെ. അതിന് വന്നിക്കുക. എന്തൊക്കെ കാണണ്ടേ. എന്നാ വണ്ടിയൊക്കെ കിട്ടിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണേ. കൂർഗിലെത്തിക്കണേ. കൂർഗ് സൺസെറ്റ് സൺറൈസറാ. സൺറൈസ് ഉറക്കിട്ടില്ലടാ. ഓ സീന് കേട്ടോ, സീന് ക്ലിപ്പ്. ഞാൻ പറഞ്ഞു സൺറൈസ് ഈ മറന്നോന്നോ എനിക്കറിയില്ല. എന്തിനാ ഇങ്ങോട്ട് പോകുന്നിങ്ങനെ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതിനാ നമ്മൾ വന്നേ ഫോട്ടോ എടുക്കണം. ഓ സീന് എന്തിനൊക്കെ കാട്ടറേ. ഡീപ്പ് വരെ ഇടാറ്റൂലേ. അപ്പൊ അങ്ങനെ ആകട്ടെ. കഴിഞ്ഞിട്ട് കാണാം, എന്തേലൊക്കെ കഴിഞ്ഞിട്ട് കാണാം. എന്ത് ഹാപ്പിനെസ് ആണ് ഇത്. ഡോറൊക്കെ തുറന്ന് ഡോറിനോട് കേറിക്കുക. ഒരു ഹാപ്പിനെസ്. ഇത്രയും നേരം സണ്ണവിടെ ഉണ്ട്. സണ്ണവിടെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഗുഡ് മോർണിംഗ് കൂർക്ക്. കാണിച്ചു കൊടുക്ക്. നിക്ക് അങ്ങനെ തന്നെ നിന്നോ. ഇല്ലടാ എന്താന്ന് മനസ്സിലാവില്ല. വേറെ ഇവിടെ വന്ന് നമ്മളെ കോപ്പിറൈറ്റ് അടിക്കട്ടെ. പാട്ട് പാടല്ലേ. നാസറാണ് കേട്ടോ പാട്ട് പാടണേ. സോറി ബ്രോ. കോപ്പിറൈറ്റിനെ കാട്ടി പെരും മെച്ചം. ആളെ മനസ്സിലാവില്ല. പാടത്ത് കോലം കുത്തി ഐസ്. എല്ലാരും നിക്കീന്നേ. ഇങ്ങോട്ട് നിന്നാ സീൻ ക്ലിയർ ആട്ടോ. ഇത് സീൻ ക്ലിയറാ. എടുക്ക് നടന്ന് പോണതാ. അണ്ണന്മാര് പോകണ്ട് കേട്ടോ പണിക്ക്. അണ്ണന്മാര് പണിക്കോണ്ട്. ഫൈനലി എത്തിപ്പെട്ടത് സന്യാസത്തിന്. ബുദ്ധന്മാരെ കൂടെ സന്യസിക്കാനാണ് ഇനി കുറച്ച് കാലം നമ്മൾ നടക്കാറുണ്ട്. കാണണ്ടോ മൂപ്പര് പോകണുണ്ടോ റഫ്നേൻ്റെ പുറക്കില്. അവിടെ ഉണ്ട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. ഫോണും കൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ ഫോണില്ല. എൻ്റെ ഉമ്മച്ചിനെ വിളിക്കാൻ എനിക്ക് ഫോണില്ല. അല്ലെങ്കിൽ നമുക്ക് കാണിച്ചോളൂ. ഇതിൻ്റെ പുറകിൽ പോലെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അടി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം.
വീഡിയോ ആണ്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ പുറത്ത് നിന്നിട്ട് ഒന്നും ചെയ്യാമല്ലോ. അവിടെ ആൾക്കാരുണ്ട്. ഇപ്പം അടി കിട്ടും, അത് വരെ ഉണ്ടാവും. നോ വീഡിയോ എന്ന് പറഞ്ഞിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഉള്ളിൽ. ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ. ഓ ഇങ്ങനെ കയറിച്ചില്ല, അത്ര കണ്ടാൽ മതി, അത്ര കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടി കിട്ടും. എനിക്കറിയില്ല, നോ വീഡിയോ എന്ന് പറഞ്ഞു. കീപ് സൈലൻസ്. അപ്പോൾ ശരി, ഇനി ഒന്നും ഉണ്ടാവില്ല. ബൈ. ഇതാണ് സാധനം. ഇതെന്ത് സീൻ സാധനമാണ്? ഇതാരോ ആണ് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് എല്ലാം അറിയില്ല. എൻ്റെ തൊള്ളയിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നും പോവും. ഒക്കെ നിങ്ങൾ ക്ഷമിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ അങ്ങനെ നടന്നോട്ടെ. പക്ഷെ ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. ചെക്കനാക്കി സുണ്ടാപ്പിയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഓ അവനൊക്കെ സണ്ണി കിസ് ചെയ്തിട്ട് ആകെ സീനായി. സോ എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ തല്ലിട്ടെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കരുത് പറഞ്ഞിട്ട് വീഡിയോ എടുക്കും. മണി ഡോണ്ട് പുള്ളാൻ പുഷ് ചെയ്യരുത് എന്ന് പറഞ്ഞേ. അപ്പോൾ ഉള്ളിൽ കയറാം. ഇനി ട്രെയിൻ പോണ മാതിരിക്കാണ്. ട്രെയിൻ പോണ്. ഇത് കണ്ടോ അവിടെ സീൻ ക്ലിപ്പ് ഇട്ടോ. ഇവിടെ ഇത് കിട്ടൂല. ഇത് ഫുൾ മെയ്തിരി കത്തിച്ചു. മെയ്തിരല്ല വിളക്ക്. അങ്ങനൊന്നും പറ്റൂല തോന്നുന്നുണ്ട്. രണ്ടാൾക്കാർ ഷാജഹാനും മുന്താസും കയറാതിരിക്കാണ് ഈ നാസറും ജിഷ്ണും കയറി. പല്ലൊന്നും ചോദിച്ചിട്ട് ഒന്നും ആക്കില്ല. രാത്രി 2 മണിക്ക് വണ്ടി എടുത്ത് ഇറങ്ങിയതാ. ഉറക്കൂല്ല. ഞങ്ങള് കഴിഞ്ഞ സ്റ്റോറി കണ്ടിട്ടുണ്ടാവും. ഇവന് ഇനി ഉറക്കല്ല. ഒരു ശരാശരി മനുഷ്യ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. 2 ദിവസം കൂട്ടിയിട്ട് 8 മണിക്കൂർ ആയിട്ടില്ല. അങ്ങനെ നടക്കണേ നമ്മള്. എന്തായാലും കൈ ഷോൾഡർ എന്നാ കാണാം. അപ്പം ഷക്കീബിന് മോട്ടർ കിട്ടും. മോട്ടറായിട്ട് ഷക്കീബ് ഫോട്ടോ എടുക്കാൻ ചോദിക്കുന്നുണ്ട്. ഷക്കീബ് ഒപ്പം വരുമോ? എന്നിട്ട് ഷക്കീബിന് മാറി മൂപ്പത്തി ചോദിക്കാണ്ട് തൊള്ളേക്ക് നോക്കിയിട്ട് അങ്ങനെ നിൽക്കുക. കയ്യാണ് വെക്കണം. എൻ്റെ ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. എന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ട്രെയിൻ പോണ മാതിരിക്കൊക്കെ സൗണ്ട് ഉണ്ടാക്കണ്ട് കണ്ടോ? എന്തോ ഊതാണ്. എനിക്ക് പേടി എന്താ അറിയോ? ഇനിയിപ്പോൾ ഇവർ ഇന്നെ മറ്റേ ഡോങ്കിൾ ചെയ്യണമാർക്ക് കണ്ണും മുഖമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇതാക്കൂലേ. എൻ്റെ മൈൻഡ് ഒരു മാറ്റി എടുത്തിട്ട് നശിപ്പിച്ചാൽ തന്നെ എനിക്ക് പേടിയാണ്. സെറ്റ് സ്ഥലമാട്ടോ. എങ്ങോട്ടോ വന്ന് എന്തോ ഷോക്സ് അയക്കേണ്ടി വരുമോ? വീഡിയോ എടുക്കാറ്റോ സംഭവം. ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റുമ്പോൾ സൈലൻസാണ്. ക്ഷമിക്കണം. ഉറങ്ങാനാണ് സംഭവം. അശ്വിനെ കണ്ണൊക്കെ നോക്കിയിട്ടില്ലേ? പോയി തല്ലിന്ന്. കണ്ണൊക്കെ പോയി തല്ലിന്ന്. ഞാൻ തല്ലാൻ പോയിരുന്നു. ഇതെന്താ ഓരോ മൂടാണ്. എന്താ പോരെ പ്രയർ ടൈമാണ് നമ്മള് ഇത് ലൈവാവുന്നേ. ഇത് കറക്റ്റ് അല്ലേ? എന്താ വെച്ചാല് ഫുഡ് കഴിക്കുക. ഞാൻ പറഞ്ഞ എന്താ അറിയോ? ഇവലെന്താ കഴിക്കണേ? പുറകിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? ഓലെന്താ തിന്നണേ? സെയിം ഇല്ല ഓലെന്നെ ആ സെയിം സാധനം ഓരോ പ്ലേറ്റ് പോരട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കൂടിയാലോ പറഞ്ഞിട്ടില്ലേ? എന്നപ്പോ പറയൂ. ഭൂരിക്കും വേണ്ട, മസാല ദോശ പൊളിക്കും. രാവിലെങ്കിൽ മസാല ദോശയെങ്കിൽ മസാല ദോശ. കട്ടൻ കാപ്പി കിട്ടുമോ ഇവിടെ? കട്ടൻ കാപ്പി കിട്ടും. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഫുഡ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഫുഡ്. ആണോ? നല്ല കിട്ടില്ല കൾച്ചർ.
ഇവിടുത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമാധാനം ഹോട്ടലത്തെ അല്ല കേട്ടോ, നമ്മൾ നേരത്തെ കയറിയില്ലേ. ഇത്ര ആൾക്കാരുണ്ടെങ്കിലും ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ നോക്കണ്ട, ഇവിടെ ഫുഡ് ഇട്ടായിട്ടുള്ള ചിമ്പിളിയാണ്, അത് നോക്കണ്ട. ഉള്ളിൽ കയറിയിട്ട് സീനാണ് അവിടെ, ഭയങ്കര ഒച്ചപ്പാട്. നമ്മളെ വേറെ ടീം അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇവന് സീന് കാണട്ടത് കിട്ടില്ല സാധനം മക്കളെ. നാസറൊക്കെ സാസും ഇല്ലാണ്ട് തിന്നണേ. നാസറിന് പൂരി ഇഷ്ടപ്പെട്ടത്. നാസറിന് പൂരി ഇഷ്ടപ്പെട്ടത്. ഓലേ പോയിട്ട് പൂരിയൊക്കെ തിന്നണേ. എല്ലാം ദോശയുടെ ഒച്ചേക്കണുണ്ടോ? വണ്ടി കിട്ടാലോ. റിസോർട്ടില്ലേ സൈലോറയിലൊക്കെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിസ്മല് കൊടുക്കുന്ന സ്ഥലമാണ് നെല്ലാർച്ചാല്. നമ്മളടുത്ത നെല്ലാർച്ചാല് അപ്പം കൊടുന്നിക്ക് അങ്ങെത്തി ഈ നട്ട വെയിലെത്തി. മാങ്ങ മുതലായത് മാങ്ങ. എൻ്റെ വിചാരം ഇപ്പോഴും നോമ്പുണ്ട് എന്നാ. ഇപ്പോഴും നോമ്പുണ്ട്. ഇത് പുതിയ സ്ഥലമാണ്, പുതിയ സ്ഥലം. ആനന്റെ സ്ഥലം. നിസ്മലാണ് ഞങ്ങളെ വൈകാട്ടി കേട്ടോ. ഗജാഞ്ചും വൈകാട്ടി അവിടെ വീണ് ക്യാമറ കാണിച്ചു തരാൻ പറ്റില്ല. അടിച്ച് വീടിക്കണ ഒരു പെണ്ണുങ്ങള്, ഉറഞ്ഞിട്ട പെണ്ണുങ്ങള് ഒട്ടിച്ചോണ്ട് വീണ്. അങ്ങനെ കാണിച്ചു തരാം. പൊക്കോന്ന് അല്ല, ഞാൻ ചെരുപ്പിട്ട് ചവിട്ട്, ഇതൊന്നും വിഷയമല്ല. ഉണ്ടോ? അല്ല, ആ ചേച്ചിട്ടില്ല. ഇപ്പോഴാട്ടോ ഒരു സമാധാനമായത്. കാലൊക്കെ ഒന്ന് തണുത്തപ്പോ എടാ ഇതിൽ കൂടെ പൂവടാ കയറ് കണ്ടോ? പറ്റൂല. ആര് തല്ലുണ്ടാക്കണോ? സമയം 11:30 കിട്ടുള്ളൂ. 100-300 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വരിക. സീനാക്ക് ഉണ്ട് കേട്ടോ. ഇവർക്ക് ഇന്നെ അറിയില്ല വന്നിന്, കിർലസിനാൻ അറിയില്ല വന്നിന്. അതാ പറ്റിയ അല്ലേ? ഞാൻ ലൈവ് ഇട്ടാ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ. ചോദിച്ചോ കൃഷ്ണരെ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ക്യാമറ ഒക്കെ പിടിക്കാറില്ല. ഞാൻ എന്നാലും ഇവിടെ നിർത്തട്ടെ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാൽ ഇവിടെ ഫുള്ള് സീനാണ്. അപ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാറില്ല. എന്നാൽ ശരി. അപ്പോൾ ട്രിപ്പ് മൊത്തം കഴിഞ്ഞ് ഇനിയിപ്പോൾ വണ്ടി കൊടുക്കൽ ചടങ്ങാണ്. അതിൻ്റെ പേര് ചെക്കനാകെ തൊണ്ടൊക്കെ നാശമായി ഡാബ്സി ആക്കണേ. ഇപ്പോൾ സൗണ്ട് പോയി മല അങ്ങനെയൊക്കെയാണ് വർത്താനം പറയണേ. അപ്പോൾ വർത്താനം പറയും അങ്ങനെയൊക്കെ വർത്താനം. അപ്പോൾ വണ്ടി കൊടുത്തിട്ട് ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് തുമ്പും ആരും ഇല്ല, കാരണം ഒന്നുമില്ല. പക്ഷേ മെമ്മറീസ് അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്നിനും തുമ്പും വാരും ഇല്ലാത്തതാണ്. അപ്പോൾ സീനൊന്നുമില്ല. പക്ഷെ ഇതിന് ഒരു തുമ്പുമില്ല, ഒരു വാരുമില്ല. ഹൗലും വല്ല കൂവത്തില്ല. പിന്നെ അങ്ങനെയാണ്. ശരി, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാഹ്.